ഇനി മനോലയുടെ വിധി തീരുമാനിക്കുന്നത് മനോല അല്ല, അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിയാണ് കേസ്. ഇവിടെ നമ്മുടെ മനോല മാർക്കസിൻ്റെ നിയമനത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തള്ളിമറിച്ചതാണ്. പക്ഷേ അപ്പോഴും ഒരു പാർട്ട് ടൈം ജോബ് പോലെയാണ് മനോല മാർക്കസിനെ നിയമിച്ചത്. FCOയുടെ പരിശീലകനായിരിക്കുന്ന അതേ സമയം തന്നെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരിക്കുക എന്നൊരു തെറ്റായ കീഴ്വഴക്കം തന്നെ ആയിരുന്നു. ഇന്ന് ഷാജി പ്രഭാരനും അത് സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ഒരു പാർട്ട് ടൈം ജോബാണ് മനോല മാർക്കസിന് കൊടുത്തത്. ഒരു നാഷണൽ ടീം കോച്ച് ഫുൾ ടൈം നാഷണൽ ടീം ഡ്യൂട്ടിക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കണം. അതേസമയം പുള്ളി ഭൂരിഭാഗം സമയം ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിന് വേണ്ടി ഒരു ഫ്രാഞ്ചൈസി ക്ലബിന്റെ പരിശീലകനാകുന്നതിന് പ്രയോറിറ്റി കൊടുക്കുന്നു. അങ്ങനെ കുറേ പരാതികൾ ഉയർന്നു വന്നിരുന്നു. മനോല മാർക്കസിന്റെ കീഴിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എസ്കലേഷൻ കാണാത്തതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ആ ഒരു തീരുമാനത്തിൽ വളരെ നിരാശരായിരുന്നു. ഇത് സംബന്ധിച്ച് മനോല മാർക്കസിന്റെ ഭാവി എന്താണ് എന്നതിനെ ചൊല്ലി ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളിൽ ഭൂരിഭാഗവും ചർച്ചകൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് സംബന്ധിച്ച് ഗോവയിൽ നിന്നുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗ്ലോ ഒരു ട്വീറ്റ് ഇന്ന് ഉച്ചയോടുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറയുന്നത് മനോല മാർക്കസിന്റെ ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ഭാവിയുടെ കാര്യത്തിൽ നിർണായക തീരുമാനം നാളത്തെ മീറ്റിംഗോടുകൂടി അറിയാവുന്നതാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി ആയിരിക്കും ഇത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ടെക്നിക്കൽ കമ്മിറ്റിയിൽ നമ്മൾ ഏറെ കുട്ടിക്കോശിച്ച IM വിജയൻ ഉൾപ്പെടെയുള്ളവർ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനം കൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നോ അവർ കൂടിയിരുന്ന് ആലോചിച്ച് ചായ കുടിച്ചതുകൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മനോല മാർക്കസിന്റെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യം നാളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ അണ്ണം നിൽക്കും, അല്ലെങ്കിൽ ഇറങ്ങും.